നമസ്കാരം, എല്ലാവർക്കും VR ഇലക്ട്രോണിക്സിന് സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ ചെയ്യുന്ന ഒരു ഹോം തിയേറ്റർ അസംബ്ലിംഗ് വീഡിയോ ആണ്. നമുക്ക് ഹോം തിയേറ്റർ എങ്ങനെ അസംബിൾ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോ ആണ് ബെല്ലൈക്കൻ നടത്തുക. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബോർഡ് എന്ന് പറയുന്നത് TDA 2030 2030 IC ബേസ്ഡ് ആയ ഒരു ബോർഡാണിത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. അതായത് ഞാൻ ഒരു ഫ്രണ്ടിനെയും മേടിച്ചാണ്. അതെന്ന് വെച്ചാൽ അത് അവനൊരു അവൻ്റെ ഹോം തിയേറ്ററിൻ്റെ ഈ ബോർഡ് കംപ്ലൈൻ്റ് ആയിരുന്നു. വേറൊരു ബോർഡ് മേടിക്കാനായിട്ട് പോയപ്പം ഞാൻ അവരോട് ചോദിച്ചാണ് ഈ ബോർഡ് തരാമെന്ന്. അപ്പം അവനെനിക്ക് തന്നതാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് നമ്മൾ മേടിക്കാൻ ചെല്ലുകയാണെങ്കിൽ 300 രൂപ വില വരുന്നതാണ്. അപ്പം ചെറിയൊരു മേജർ കംപ്ലൈൻറ്റ്സേ ഉള്ളായിരുന്നു, വേറെ കംപ്ലൈൻറ്റ് വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു കപ്പാസിറ്റർ പോയതാണ്, പിന്നെ ഈ ഒരു ICയും പിന്നെ ഇവിടുത്തെ 2 റെസിസ്റ്ററും ഇല്ലായിരുന്നു. അത്ര ഉള്ള കംപ്ലൈൻറ്റ്, വേറെ ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമുക്ക് ഇത് എന്താ പറയുക, ഇപ്പം ഈ ടൈപ്പ് ഇതുപോലൊരു ബോർഡൊക്കെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഇത് ഞാൻ 400 രൂപയ്ക്ക് മേടിച്ചാണ്. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുപോലെ 5 IC വെച്ച് വരുന്ന ബോർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ 5 IC വരുന്ന വെച്ച് ബോർഡ് അത് എഴുതിക്കുന്നത് 5.1 എന്നൊക്കെയാണ്. പക്ഷേ നിങ്ങൾ 5.1 ആണ് ഓർത്ത് ഒരിക്കലും മേടിക്കരുത്. അപ്പം ഇതൊരു എന്താ പറയുക, നമുക്ക് സ്റ്റീരിയോ സിസ്റ്റം എന്ന് വേണം പറയാം, മൾട്ടിമീഡിയ സീരീസ് സിസ്റ്റം എന്ന് പറയാം. ഒന്നിൽ അധികം സ്പീക്കറുകൾ യൂസ് ചെയ്തുള്ള ഒരു സ്റ്റീരിയോ സിസ്റ്റം, അത്രേ ഉള്ളൂ. ഇതൊരിക്കലും ഒരു 5.1 അല്ല, അത് മനസ്സിലാക്കണം നിങ്ങൾ. അപ്പം എന്താണ് പറയുക, 5.1 എന്ന് പറയുമ്പോൾ നമുക്കൊരു 5 ഇൻപുട്ട് വേണം 5.1-ന്. 5.1 എപ്പോഴും 5 ഇൻപുട്ട് വേണം. ഇതുപോലെ അതായത് ഓരോ ICക്ക് ഓരോ ഇൻപുട്ടാണ് കണ്ടോളൂ, ഓരോ ICക്ക് ഓരോ ഇൻപുട്ടാണ്. അങ്ങനെയുള്ള ഇത് കുറച്ച് പഴയ ബോർഡാണ്. ഓരോ ICക്ക് ഓരോ ഇൻപുട്ടാണ് 5.1. ഇതൊരിക്കലും 5.1 അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഈ ബോർഡിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയാം. അതായത് ഇത് ലൈൻ ഇൻ, അതായത് നമ്മൾ ഓക്സ്, അതായത് നമ്മൾ USB അല്ലെങ്കിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, USB അതോ ഓക്സോ, ഫോണിൽ നിന്ന് ഓക്സോ, അതിന്റെ ഇൻപുട്ട് വരുന്ന എവിടെയാണ്. അപ്പം ഇതാണ് നമ്മൾ AC ഇൻ, അതായത് നമ്മൾ ട്രാൻസ്ഫോമർ വരുന്ന ഡ്യുവൽ സപ്ലൈ ഇൻ വരുന്ന എവിടെയാണ്. അപ്പം ഇത് LED, അതായത് നമ്മുടെ ഇൻഡിക്കേഷൻ ഉപയോഗിക്കുന്ന ഫ്രണ്ടിലത്തെ പാനലിന്റെ LED ലൈറ്റിന്റെ സപ്ലൈ വരുന്ന എവിടെയാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക, പാസ് വോളിയം കൺട്രോൾ, അതിന്റെ നോബ് എൻ്റെ ഇല്ലാണ്. ഞാൻ അടിയിൽ നിന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് എളുപ്പമാണ്. അതായത് അതിന്റെ നടുക്ക് വരുന്ന എർത്താണ്, ഇത് രണ്ടുമാണ് അതിന്റെ ലൈൻ വരുന്നത്. ആ നടുക്ക് വരുന്ന എർത്ത് നേരെ, അതായത് വോളിയം കൺട്രോളിന്റെ ഫസ്റ്റിലേക്ക് കൊടുക്കുക, ബാക്കി മറ്റേ അടുത്ത ലൈൻ സെക്കൻഡിലേക്ക് കൊടുക്കുക, അടുത്ത തേർഡിലേക്ക് കൊടുക്കുക. അത് ഇതിനുള്ള ചെയ്യുന്നതും കുഴപ്പമില്ല. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് കൊടുത്താൽ മതി, ഇത്രേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ സബ് വൂഫറിന്റെ ആ ഒരു ഔട്ട്പുട്ട് പോകുന്ന ഇവിടുന്നാണ്. ഇത്ര ഉള്ള അതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പം ഈ ബോർഡിന്റെ കണക്ഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാം ഇത് സ്പീക്കർ ലൈന്, ഇത് വോളിയം കൺട്രോളർ എല്ലാം എഴുതിയിട്ടുണ്ട്, ബാസ് കൺട്രോൾ, ഇത് വൂഫർ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് 5 വോൾട്ട് റെഗുലേറ്റർ ICയുടെ, അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു 4 ആംപിയർ ട്രാൻസ്ഫോമറാണ്. ഒരു 4 ആംപിയർ വരുന്ന ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. 4 ആംപിയർ ട്രാൻസ്ഫോമറാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വോളിയം കൺട്രോളിന്റെ ഇന്നാണ്. നമ്മൾ കൊടുക്കാൻ വോളിയം കൺട്രോളാണ്. അതായത് നമ്മൾ ഓക്സിജൻ വരുന്ന ഇന്ന് നമുക്ക് അതായത് ഇതാണ് ഗ്രൗണ്ട് പറയുന്നത്. ഗ്രൗണ്ട് നമ്മൾ ഷോർട്ട് ചെയ്യണം. നിങ്ങൾ ഇതുപോലെ ഇവിടെ ഷോർട്ട് ചെയ്യണം. ഗ്രൗണ്ട് എപ്പോഴും കോമൺ ആണ്. അതായത് ഓക്സിജൻ വരുന്ന ലെഫ്റ്റും റൈറ്റും ചാനൽ ഇവിടെ കൊടുക്കുക. പിന്നെ അതായത് ഔട്ട്പുട്ട് പോകുന്നത്, അതായത് ഈ ആംപ്ലിഫയറായിട്ട് വരുന്ന ലെഫ്റ്റും റൈറ്റും ചാനൽ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഒരു കോമൺ ആയിട്ട് ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ട് എപ്പോഴും കോമൺ ആയിരിക്കും. ഓക്സിജൻ വരുന്ന ഗ്രൗണ്ടും ഇവിടെ നീ വരുന്ന ഗ്രൗണ്ട് ഇങ്ങോട്ട് സോൾഡർ ചെയ്യുക, അത്രേ ഉള്ളൂ. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, കാര്യമില്ല. ഓക്കെ, ഞാനിത് സോൾഡർ ചെയ്തു. അപ്പം ഇത് എനിക്ക് തന്നെ 47 റെസിസ്റ്ററാണ്. സോറി, ഇത് വേരിയബിൾ റെസിസ്റ്ററാണ്, അതായത് വോളിയം കൺട്രോളർ. അപ്പം ഇത് നമുക്ക് നമ്മുടെ ക്യാമറ ഇതിൻ്റെ ഏകദേശം വയറിംഗ് ഒക്കെ തീർത്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഒത്തിരി വയറിംഗ് ഒന്നും നേരത്തെ തന്നെ കുറച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിതെല്ലാം നമുക്ക് ഈ ബോക്സ് എടുത്തിട്ടാക്കാം. ഇതൊരു എന്താ പറയുക, ഇത് F&Dയുടെ ബോക്സ് ആണ്. F&Dയുടെ ഒരു പഴയ ബോക്സ് ആണ്. ഇവിടെയാണ് നമ്മൾ ഓഡിയോ ഇന്ന് കൊടുക്കേണ്ട എവിടെയാണ്. ഇവിടുന്ന് ഇന്ന് നേരെ നമ്മൾ, അതായത് വോളിയം കൺട്രോളായിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ സ്പീക്കർ കണക്ഷൻ ആണ്. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് തന്നെ മനസ്സിലാവില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം.
ഇവിടെയാണ്, അതായത് ഇവിടെയാണ് ലെഫ്റ്റ് ചാനൽ ഇന്ന് വരുന്നത്. അതായത് ഈ ലെഫ്റ്റ് ചാനൽ ഇന്ന് വരുന്നത്. ഇത് കോമൺലി ഗ്രൗണ്ട് ആണ്, ഗ്രൗണ്ടിൽ കൂടി ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് അടുത്ത റൈറ്റ് ചാനൽ വരുന്നത്. ഇത്രേ ഉള്ളൂ. ഇത് റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. സോക്കറ്റ് വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ബാസ് കൺട്രോൾ ഇവിടെ വരും. ഇതാണ് വോളിയം കൺട്രോളിൻ്റെ വോളിയം കൺട്രോൾ പോട്ടെ. നമ്മുടെ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അതായത് ഫസ്റ്റ് ലെഗ് പോസിറ്റീവ് ആണ്, സെക്കൻഡ് ലെഗ് മൈനസ് ആണ്. അപ്പം തേർഡ് ലെഗും പോസിറ്റീവ് ആണ്, ഫോർത്ത് ലെഗ് മൈനസ് ആണ്. അപ്പം ഒരു വയർ ഷോർട്ട് ചെയ്ത് സെക്കൻഡിൽ നിന്ന് ഒരു വയർ ഷോർട്ട് ചെയ്ത് ഫോർത്ത് ലെഗിലേക്ക് നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ച്. നെഗറ്റീവ് എപ്പോഴും കോമൺ ആണ്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് സോൾഡർ ചെയ്യാം. ഓക്കെ, നമ്മളവിടുത്തെ ഇൻപുട്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, നമുക്കിനി വോളിയം കൺട്രോൾ ക്യാബിനറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ട്രാൻസ്ഫോമർ ഇവിടെ സെറ്റ് ചെയ്തു. ട്രാൻസ്ഫോമർ ടൈറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ ലൈൻ വരുന്നത്. അത് നമുക്ക് നേരത്തെ കണക്ട് ചെയ്താൽ മതി. നമ്മൾ ട്രാൻസ്ഫോമറാണ് വെച്ചത്. നമുക്ക് ഈ ബോർഡ് അതിനകത്ത് നമുക്ക് പ്ലേസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ കൊടുത്ത ഓരോ കണക്ടർ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ഇത് സപ്ലൈ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ സപ്ലൈയുടെ ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ രണ്ടാം കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് ഓഡിയോ തന്നെയാണ്. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു, അതായത് ഇതാണ് നമ്മുടെ സ്പീക്കർ ലൈൻ പോകുന്നത്. നമ്മൾ ബാക്ക് ബാൻഡ് ക്ലോസ് ചെയ്തായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ ഒന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, സപ്ലൈ കറക്റ്റാണ്. നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാം ഫ്രണ്ട് പാനലിലോട്ട്. ഓക്കെ, നമ്മൾ സബ് വൂഫർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് ഈ സബും കൂടെ വെച്ച് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വർക്ക് തീർന്നു. നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് പവർ കൊടുത്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഓക്കെ, ഓഡിയോ ടാപ്പിംഗ് ഉണ്ട്. ഓഡിയോ കൺട്രോൾ വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് സബ് ടൈറ്റ് ചെയ്യാം. നമുക്ക് ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ വോളിയം കൺട്രോൾ നോബ് നമുക്കിവിടെ സെറ്റ് ചെയ്യണം. അപ്പം നേരത്തെ ഇരുന്നൊരു വോളിയം കൺട്രോൾ അല്ല ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ നോബിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് ചെറിയ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കേണ്ടി വരും. ഓക്കെ, ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിരിക്കുന്ന ഈ F&Dയുടെ അതായത് ഈ ഹോം തിയേറ്ററിൻ്റെ തന്നെ സ്പീക്കർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് സാറ്റലൈറ്റ് സ്പീക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ സ്പീക്കർ കണക്ട് ചെയ്യാം. സ്പീക്കർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, സ്പീക്കർ നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓക്സ് ഇൻപുട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം കണക്ട് ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പവർ കൊടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഡിയോ കൊടുത്ത് നോക്കാം. ഓക്കെ, ഓക്കെ,
എന്താ പറയാ, നല്ല നൈസാണ് സംഭവം, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ചെറിയൊരു നമ്മുടെ വീട്ടിലെ ചെറിയ റൂമിലോട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണിത്. നല്ലൊരു മൾട്ടിമീഡിയ സിസ്റ്റമാണ് നമുക്ക് കിട്ടിയത് 2.1. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോർഡ് വേണമെങ്കിൽ ഞാൻ എൻ്റെ ആമസോണിലെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ ഇടാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അതായത് അഭിപ്രായമോ അതോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഈ വീഡിയോ സൈൻ ഔട്ട് ചെയ്യുവാണ്. അപ്പോൾ ഓക്കെ, നമുക്കൊരു പുതിയൊരു വീഡിയോയിലോട്ട് കാണാം. അപ്പം മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ. നമുക്ക് അടുത്ത